ചെയ്തിട്ടുള്ള വെട്ടിമാരൻ സാറിൻ്റെ മേക്കിങ് വിജയ് സേതുപതി പിന്നെ ബാക്കി കാസ്റ്റിംഗ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു വേറൊരു അനുഭവമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് വെട്ടിമാരൻ സാറിൻ്റെ മൂവീസിന് ഒരു ഡിഫറെൻറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഫാൻ ബേസ് തന്നെ അതുകൊണ്ട് വിടുതൽ ടു എന്താ പറയുക ഒരു മസ്റ്റ് വാച്ചായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സിനിമ തന്നെയാണ്. സൂര്യ അഭിനയിച്ചൊരു ഫിലിമാണ്. അന്ന് തന്നെ വളരെ പോപ്പുലർ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ അത് അപ്പോൾ തന്നെ ഭയങ്കര പോപ്പുലറാണ്. അതിൻ്റെ മേക്കിങ്ങും കൊണ്ടും ഒക്കെ ഭയങ്കര റോ ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് വിടുതൽ വൺ വീഡിയോ കൂടെ കാണാൻ പറ്റും. ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ആവാൻ പറ്റും. വിടുതൽ ടു എനിക്ക് തോന്നുന്നു അന്ന് അതിനകത്തുള്ള വിജയ് സേതുപതി ചെയ്ത പെരുമാൾ ആ ഒരു പഠിച്ച ക്യാരക്ടറിൻ്റെ ഒരു പ്രീക്വൽ പോലെ വരുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പുള്ളി എന്തായിരുന്നു എന്നുള്ളത് വാദിയാർന്ന ക്യാരക്ടറിന് നാട്ടുകാർ വിളിക്കുന്ന പേര്. അപ്പോൾ എന്തായിരുന്നു എന്നുള്ളത് പിന്നെ പുള്ളിയുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എനിക്ക് അഞ്ചു പേരാണ് ഫീമെയിൽ ലീഡ് ചെയ്യുന്നത്. അപ്പം അവരുടെ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിലേക്ക് ഫുൾ ലെങ്ത് പോകുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വെട്ടിമാരൻ സാറിൻ്റെ മേക്കിങ് വിജയ് സേതുപതി പിന്നെ ബാക്കി കാസ്റ്റിംഗ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു വേറൊരു അനുഭവമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് വെട്ടിമാരൻ സാറിൻ്റെ മൂവീസിന് ഒരു ഡിഫറെൻറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഫാൻ ബേസ് തന്നെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നാടുകളെ മുതലാണെങ്കിൽ അപ്പം മുതൽ അതുകൊണ്ട് വിടുതൽ ടു എന്താ പറയുക ഒരു മസ്റ്റ് വാച്ചായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സിനിമ തന്നെയാണ്. എല്ലാവരും അവരവരുടെ ഇതിൽ ക്ലാസിക്കായിട്ടുള്ള ഫിലിംസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വെട്ടിമാരൻ സാർ ഡെഫിനറ്റ്ലി ഒരു തൻ്റേതായ രീതിയിൽ ഒരു സ്ഥാനം അവിടെ കിട്ടിയിട്ടുള്ള ഫിലിമിങ് ലെജൻഡറി ഡയറക്ടർ തന്നെ. ഞാൻ വിടുതൽ ടു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഇതിൻ്റെ എന്തൊക്കെയാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ വിടുതൽ വൺ കണ്ടിട്ട് വിടുതൽ ടു കാണുന്നത് ഇത് വേറൊരു ഫീല് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഡൗട്ടില്ല. അപ്പോൾ വിടുതൽ വൺ കണ്ടിട്ട് വിടുതൽ ടു കാണുന്നത് ബെറ്റർ തന്നെ ആയിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം ഞാൻ 2 പ്രാവശ്യം കണ്ടത്. ഇന്നിപ്പോൾ കോയിൻസിഡൻ്റലി ഈ ഫംഗ്ഷന് വേണ്ടി വന്നപ്പോൾ വിടുതൽ വണ്ണിൻ്റെ റിവ്യൂ ഉണ്ടാകും. ഞാൻ നേരത്തെ തന്നെ അതിൻ്റെ റിവ്യൂ കണ്ടിട്ടുള്ളതാണ്. അപ്പം കാണുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. ചില ക്യാരക്ടേഴ്സിൻ്റെ കണ്ടിന്യൂറ്റിയൊക്കെ കണക്ട് ചെയ്ത് വരുന്നത് കുറച്ചും കൂടി ഒരു സുഖം കിട്ടും. അപ്പോൾ ഡയറക്ടേഴ്സും ഓരോ കൈൻഡ് ഓഫ് സ്കൂൾസാണ് ഓപ്പൺ ചെയ്യുന്നത്. അവരുടെ കൈൻഡ് ഓഫ് ഫിലിം മേക്കിങ്ങും സ്റ്റൈലും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വെട്ടിമാരൻ സാറിന് എനി കൈൻഡ് ഓഫ് സിനിമയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹീസ് എ ക്ലാസിക് ഫിലിം മേക്കർ. അപ്പം ഒരു പർട്ടിക്കുലർ ഫ്രെയിം വെച്ചാൽ പോലും ആ ഫ്രെയിമിൽ ഒരു സിംഗിൾ ഷോട്ടിൽ കൂടി ഒരു കഥ ഭയങ്കര രസമായിട്ട് പുള്ളിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി ചിലപ്പോൾ ചെയ്തിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി അദ്ദേഹത്തിൽ നിന്ന് മാവറിക്കായിട്ടുള്ള വലിയ സിനിമകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. എല്ലാ ജോണേഴ്സും പുള്ളിക്ക് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് വെട്ടിമാരൻ സാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോങ്സ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആടുകളത്തിൽ ഒരു സോങ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ടാണ് വെട്ടിമാരൻ സാർ അത് പിക്ചറൈസ് ചെയ്യുന്നത്. നമ്മുടെ ധനുഷും അതിനൊക്കെ ഡെബ്യൂ ചെയ്ത പടമാണെന്ന് തോന്നുന്നില്ല. ധനുഷ് നാഷണൽ അവാർഡ് കിട്ടിയ പടം. അതിനകത്ത് സോങ്ങിൻ്റെ ഹമ്മിങ് ലൈൻ ഞാൻ മറന്നു. പക്ഷേ അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന തന്നെ ഒരു എന്താ പറയുക വേറൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു സ്റ്റൈലാണ്. പാട്ട് എനിക്ക് പെട്ടെന്ന് അപ്ലൈ മറന്നു. അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് പറയാം. അപ്പം എല്ലാം സോങ്സിൽ ഡിഫറെൻ്റായിട്ട് രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആക്ച്വലി നമ്മളെല്ലാവരും എല്ലാ സിനിമയും കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇന്ത്യൻ സിനിമാസ് കാണുന്നുണ്ട്, കൊറിയൻ സിനിമാസ് കാണുന്നുണ്ട്, ജാപ്പനീസ് സിനിമാസ് കാണുന്നുണ്ട്, സ്പാനിഷ് സിനിമ എല്ലാ കൈൻഡ് ഓഫ് സിനിമാസ് കാണുന്നു. അപ്പോൾ ലാംഗ്വേജിൻ്റെ ബാരലുള്ള സിനിമ ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ കോണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കാണും. അതിനിപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് റീജിയനായിട്ടൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം സിനിമ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ് സ്പീക്ക് ചെയ്യുന്നത്. എല്ലാവരും എല്ലാ സിനിമയും കാണുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ കാണാറുണ്ടല്ലേ ഒരുമാതിരിപ്പെട്ട ഭാഷയിലുള്ള എല്ലാ സിനിമകളും കാണാറുണ്ട്.